Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണം. എനിക്ക് നല്ല ഹെഡേക്കും കുറച്ച് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ടൊക്കെ കംപ്ലീറ്റ് പോയായിരുന്നു. എനിക്കതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോരാത്തിന് ഇവിടെ ഭയങ്കര ബഹളവും മറ്റൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺ. എനിക്ക് ശരീരത്തിന് സുഖമില്ലാണ്ടായി. ശരി, ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കാരണം ഉണ്ടെങ്കിൽ, അതായത് ക്ലാസ് ഇടാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ടാബിൽ അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. ക്ലാസ് കണ്ടില്ലേ നോക്കിയാൽ മതി, ഞാൻ എന്തായാലും ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രതിപത്തി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ഇഷ്ടം, ബി സ്നേഹം, സി താത്പര്യം, ഡി കൽമുടി. ഏതാണ് വരാത്ത പദം? എളുപ്പമല്ല ഇതൊക്കെ. അത് തന്നെ, ഓപ്ഷൻ ഡി കൽമുടിയാണ് തെറ്റായ പദം. കൽമുടി എന്ന് പറഞ്ഞാൽ രത്നകിരീടം എന്നാണ് അർത്ഥം. ഈ മുടി എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് കേട്ടോ അർത്ഥം. മുടീനെയും നമ്മൾ മുടി എന്ന് പറയും, തലമുടീനെയും. പക്ഷെ കിരീടത്തിന് മുടി എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ തമിഴിലൊക്കെ മുടി ചൂടുക എന്നാണ് പറയുക. കിരീടധാരണത്തിന് മുടി ചൂടുക എന്നാണ് പറയുക. നമ്മുടെ മലയാള ഭാഷ തമിഴിൽ നിന്നും ഉദ്ഭവിച്ചതാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊടും തമിഴ് എന്ന ഭാഷയിൽ നിന്നാണ് എന്തുണ്ടായത്? മലയാളം ഉണ്ടായത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ പല പദങ്ങളും തമിഴുമായി വളരെയധികം അടുത്ത് നിൽക്കും. തമിഴിൽ നിന്ന് തന്നെ വന്നത് കാരണം കൊണ്ടാണ് കേട്ടോ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രേഖ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ പ്രമാണം, ബി വര, സി ആദി, ഡി എഴുത്ത്. ഇത് എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ സി ആദിയാണ് തെറ്റായ പദം. ആദി എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഉദ്യമം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ പരിശ്രമം, ബി വന്ധ്യ, സി പ്രയത്നം, ഡി ഉദ്യമനം. ഏതാണ് വരാത്തത്? എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ ബി വന്ധ്യയാണ് തെറ്റായ പദം. വന്ധ്യ എന്ന് പറഞ്ഞാൽ ഫലമില്ലാത്തത് എന്നാണ് അർത്ഥം. ഉദ്യമം ഉദ്യമനം എന്നും പറയും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിൺമങ്ക എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, വരാത്ത എന്നുള്ളതാണ്. ഓപ്ഷൻ എ മാലാക, ബി അപ്സരസ്, സി ദേവസ്ത്രീ, ഡി നാഗം. ഏതാണ് വരാത്ത പദം? എളുപ്പമല്ലേ? ഇത് നിങ്ങൾ പഴയ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്താ അർത്ഥം വരുന്നത് വരാത്തത് എന്നുള്ളത്. അത് തന്നെ, ഓപ്ഷൻ ഡി നാഗമാണ് തെറ്റായ പദം. നാഗം എന്നാൽ സ്വർഗം എന്നാണ് അർത്ഥം. അതായത് ഇതിലെ അക്ഷരങ്ങൾക്ക് തന്നെ അർത്ഥമുണ്ട് കേട്ടോ. അതായത് ഇപ്പോ ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. അകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നാഗം എന്നുള്ളത് ചേരുന്ന സമയത്ത് ദുഃഖമില്ലാത്ത സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. ദുഃഖമില്ലാത്ത എവിടെ ആയിരിക്കും? സ്വർഗത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അതേപോലെ തന്നെ കമ്മിന് ഒരർത്ഥമുണ്ട്. കം എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം. അകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നും കം എന്ന് പറഞ്ഞാൽ സുഖം എന്നുമാണ് അർത്ഥം. അപ്പോ ഇതാണ് അതിന്റെ അക്ഷരങ്ങളുടെ അർത്ഥം തന്നെ. അക്ഷരം തന്നെ പദമായി നിൽക്കുകയാണ് അവിടെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കിരണം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ രശ്മി, ബി പൊടി, സി കടിഞ്ഞാൺ, ഡി അർഘ്യം. ഏതാണ് വരാത്തത്? കിട്ടിയില്ലേ? അത് തന്നെ, ഓപ്ഷൻ ഡി അർഘ്യമാണ് തെറ്റായ പദം. അർഘ്യം എന്ന് പറഞ്ഞാൽ പൂജയ്ക്കുള്ള ജലമാണ് അർഘ്യം എന്ന് പറയാം. എന്താണ്? പൂജയ്ക്കുള്ള ജലത്തിനെയാണ് പറയാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആർദ്രത എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ അലിവ്, ബി നനവ്, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ് ആർദ്രത? ഏതായിരിക്കും? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ സി രണ്ടും ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിക്ഷേപണം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വരുന്നതാണ് ഓപ്ഷൻ എ അയക്കൽ, ബി വിക്ഷേപം, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതായിരിക്കും? വിക്ഷേപം എന്നൊക്കെ പറയുമോ? ആലോചിച്ചിട്ട് ഉത്തരം ചൂസ് ചെയ്യാം. ഏതാണ് ശരി? നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ സി രണ്ടും ശരിയാണ് കേട്ടോ. വിക്ഷേപം എന്നും പറയും, വിക്ഷേപം എന്നും കൂടി പറയും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്വേതങ്ങൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ശ്വേതങ്ങൾ എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ വെളുപ്പ് നിറമുള്ളവ, ബി തണുപ്പുള്ളവ, സി ശുദ്ധിയുള്ളവ, ഡി എല്ലാം ശരി. ഏതായിരിക്കും? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി എന്ന് കരുതിയവർക്ക് തെറ്റി. ഓപ്ഷൻ എ ആണ് ശരിയായ പദം. വെളുപ്പ് നിറമുള്ളവയാണ് നമ്മൾ ശ്വേതങ്ങൾ എന്ന് പറയാം. തണുപ്പുള്ളവയെ നമ്മൾ ശീതങ്ങൾ എന്നാണ് പറയാ. ശുദ്ധിയുള്ളവയെ നമ്മൾ പൂതങ്ങൾ എന്നാണ് പറയാ.
ഭൂതമാണേ, ഭൂതമല്ല. ഭൂതം എന്ന് പറയുന്നത് രണ്ടർത്ഥം വരുന്നുണ്ട്. പാസ്റ്റിനെ നമ്മൾ പറയും ഭൂതകാലം. ശുദ്ധിയുള്ളവയെ നമ്മൾ പൂതങ്ങൾ എന്നാണ് പറയുക. ശുദ്ധിയുള്ളവ പൂതങ്ങൾ, തണുപ്പുള്ളവ ശീതങ്ങൾ, ശ്വേതങ്ങൾ എന്താണ് വെളുപ്പ് നിറമുള്ളവ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് 8:30 അപ്ലോഡ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് മറക്കാതെ 8:30 വന്ന് കാണുക. ഈ ക്ലാസ് നിർബന്ധമായിട്ട് ഒരു 2-3 ആവർത്തി കാണുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് പദങ്ങളൊക്കെയാണ് നോക്കുന്നത്, അപ്പോൾ മിസ്സാക്കാണ്ട് കാണുക. ഈ ക്ലാസ് ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. എല്ലാ ആഴ്ചയിലും തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.